വിശ്വാസ് ചാനലിൻ്റെ രാമായണ വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലക്ഷ്മണനെ കുറിച്ചാണ്. എത്ര പറഞ്ഞാലും തീരാത്ത ഉദാരമായ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പൗരുഷത്തിൻ്റെയും പ്രതീകമായ ലക്ഷ്മണൻ. ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം മാറ്റിവെച്ചതറിഞ്ഞ് അച്ഛനെ പിടിച്ചുകെട്ടി ചേട്ടനെ രാജാവാക്കാൻ തുനിഞ്ഞ ലക്ഷ്മണൻ. സ്ത്രീജിതനും പാപിയുമായ ദശരഥൻ എന്ന അച്ഛൻ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വാക്ക് കൊടുത്തത് പാലിക്കാൻ എൻ്റെ പൊന്നു ചേട്ടനെ കാട്ടിൽ പറഞ്ഞയച്ചിട്ട് നാട്ടിൽ പോലും ഇല്ലാത്ത ഭരതനെ ആളയച്ചു വെളുപ്പിച്ചു വരുത്തി രാജാവാക്കാൻ തീരുമാനിച്ച അച്ഛനെ ഏതെങ്കിലും മുറിയിൽ ബന്ധനസ്ഥനാക്കി നാളെ പുലർകാലത്ത് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം നടത്താൻ തയ്യാറായ ലക്ഷ്മണൻ. ആലോചിച്ച് നോക്കൂ, സഹോദര സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമായ ലക്ഷ്മണൻ. വീരശൂര പരാക്രമിയായ ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്കനീ, ചക്ഷുശ്രവണ ഗലസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ഭക്ഷണത്തിന് ആർത്തിയോടെ ഇരുന്ന് നടക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിൻ്റെ വയറ്റിനുള്ളിലേക്ക് ഓരോ ദിവസം കഴിയും തോറും പോയിക്കൊണ്ടിരിക്കുന്ന തവളകളായ മനുഷ്യൻ ഭോഗസുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നത് ധർമ്മമല്ല, യുക്തിയല്ല എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ അത് കേട്ട പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് യൗവനയുക്തയായ തൻ്റെ ഭാര്യ ഊർമിള അമ്മയായ സുമിത്രയെ ഏൽപ്പിച്ചിട്ട് ജ്യേഷ്ഠനെ അച്ഛനായും ജ്യേഷ്ഠത്തെ അമ്മയായ സീതാദേവിയെ അമ്മയായും കാടിനെ അയോധ്യ രാജധാനിയായും കണ്ട് നമ്രശിരസ്കരായി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ധർമ്മമനുഷ്ഠിച്ച ലക്ഷ്മണൻ. എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും ഈ സഹോദരനെ? ഉദരം എന്ന വാക്കിൻ്റെ അർത്ഥം വയറ് എന്നാണ്. സഹോദരൻ, സഹ ഉദരൻ, ഒരേ വയറ്റിൽ കിടന്നവൻ. ഇവിടെ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്നവനല്ല. കൗസല്യയുടെ വയറ്റിൽ കിടന്ന ശ്രീരാമചന്ദ്രൻ സുമിത്രയുടെ വയറ്റിൽ കിടന്ന സഹ ഉദരനായ ലക്ഷ്മണനെ അച്ഛനോടുള്ള ധർമ്മം, കർമ്മം, മർമ്മമറിഞ്ഞ് ചെയ്യുന്നവനാണ് പുത്രൻ എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠനോടുള്ള വാത്സല്യം കൊണ്ട് അച്ഛനെ ധിക്കരിച്ച കുറ്റബോധം ചുമലിലേറ്റി ജ്യേഷ്ഠനെ അച്ഛനായി കണ്ട ലക്ഷ്മണൻ. വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ, അർഹതയുള്ളതിനും അർഹതയില്ലാത്തതിനുമൊക്കെ തമ്മിലടി കൂടുന്ന ഒരു ആധുനിക സമൂഹത്തിൽ അർഹതയുള്ളതിനെ മാറ്റിവെച്ച് മാതാപിതാക്കളുടെ ആഗ്രഹം അനുഷ്ഠിച്ചു കൊടുക്കുന്നവരാണ് മക്കളെന്ന ലോകനീതി സ്കൂളിലും കോളേജിലും പഠിപ്പിക്കാത്ത ഇന്നത്തെ ആധുനിക കാലത്തിലും സിലബസ് മാറാത്ത രാമായണമെന്ന ഇതിഹാസ കാവ്യം നമുക്ക് പകർന്നു തരുന്ന സന്ദേശത്തിൻ്റെ മഹോന്നത തത്വങ്ങളാണ് ഇന്നത്തെ തലമുറ പഠിക്കേണ്ടത്. അത് പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള പുസ്തകമല്ല, അത് ജീവിതത്തിൽ ജയിക്കാനുള്ള പുസ്തകമാണ്. കള്ളക്കർക്കിടകം പഞ്ഞക്കർക്കിടകമെന്ന് പറഞ്ഞ ഒരു മാസത്തെ എറണാകുളത്ത് നടന്ന ഹിന്ദു വിശാല സമ്മേളനത്തിൽ വെച്ച് ചിന്മയാനന്ദ സ്വാമിജിയും പരമേശ്വർജിയും സത്യാനന്ദ സരസ്വതി സ്വാമിജിയും ഉൾപ്പെടെയുള്ള ഒരു ആധ്യാത്മിക ഹൈന്ദവ നേതൃസമൂഹം ഈശ്വരീയ ധർമ്മത്തിൽ നമുക്ക് നൽകിയ രാമായണ മാസത്തിൻ്റെ ഉദാത്തമായ രാഗതാള ഭാവലയങ്ങൾ അനുസരണയോടുകൂടി, വിനയത്തോടുകൂടി, ഗുരുത്വത്തോടുകൂടി പഠിക്കാൻ കഴിഞ്ഞാൽ അവർ ചെന്നെത്തുന്നത് ഈശ്വര പദവിയിലേക്കായിരിക്കുമെന്ന് തെളിയിച്ച മഹാഗ്രന്ഥത്തിലെ ഉദാത്ത വീരപുരുഷനാണ് ലക്ഷ്മണൻ എന്ന് ആധുനിക തലമുറയിലെ മക്കൾ മനസ്സിലാക്കണം. അച്ഛനങ്ങ് എന്തുള്ളിൽ ഇച്ഛയെന്നാൽ അതങ്ങിച്ഛയെന്നുറച്ചിടണം അമ്മയും എന്ന് കൗസല്യയോട് ഉപദേശം കൊടുത്ത ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ കേട്ട് തരിച്ചു നിന്ന ലക്ഷ്മണനെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അമ്മ സുഖമായി ഇവിടെ കഴിഞ്ഞപ്പോൾ അച്ഛനോടുകൂടി യുദ്ധത്തിൽ അനുഗമിച്ച കൈകേയി അമ്മ ചോദിച്ച വരം അച്ഛൻ ആഗ്രഹിക്കുന്നു കൊടുക്കാനെങ്കിൽ
അതിനെ സമചിത്തതയോടെ നേരിടണം എന്ന ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ കേട്ട് രോമാഞ്ചമണിഞ്ഞ ലക്ഷ്മണനെ നമുക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ? ഈ ആധുനിക കാലഘട്ടത്തിൽ സ്വന്തം ധർമ്മം മറന്ന് വിദ്യാഭ്യാസത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും വേലിക്കെട്ടുകളിൽ തകർന്നു പോകുന്ന സഹോദരന്മാർക്ക് മാതൃകയായി ലക്ഷ്മണൻ എന്ന സഹോദരൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ 100-ൽ 100 സാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 100-ൽ 40 നേടി പരീക്ഷയിൽ, ജീവിത പരീക്ഷയിൽ വിജയം വരിക്കുവാനുള്ള കർത്തവ്യ അനുഷ്ഠാനമാണ് ലക്ഷ്മണൻ എന്ന സഹോദരൻ ഒരു നിഴൽ പോലെ ശ്രീരാമചന്ദ്രനെ അനുഗമിച്ച് ലോകത്തിന് കാട്ടിത്തന്നതെന്ന് പഠിക്കാൻ ഈ രാമായണ മാസം പ്രയോജനപ്പെടട്ടെ എന്ന് ആധ്യാത്മികമായി പ്രാർത്ഥിക്കുവാനാണ് ഞങ്ങളൊക്കെ കഴിയുന്നത്. ആ ധർമ്മത്തിൽ പുലരുന്ന ഒരു കുടുംബത്തിനും ഒരു തലമുറയ്ക്കും ഒരു ദുഃഖവും വരില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി രാമായണ മാസക്കാലത്ത് മാത്രം വായിക്കേണ്ട ഗ്രന്ഥമല്ല, നിത്യപാരായണ ഗ്രന്ഥമായി അതിൻ്റെ ഒരു പേജെങ്കിലും ഉപയോഗപ്പെടുത്താൻ ആധുനിക തലമുറയ്ക്ക് സാധിച്ചാൽ നല്ല മകനായി, നല്ല സഹോദരനായി, നല്ല ഭർത്താവായി, നല്ല അച്ഛനായി, നല്ല മുത്തച്ഛനായി, നല്ല പ്രജയായി, സർവോപരി നല്ല രാജാവായി തിളങ്ങാൻ വിളങ്ങാൻ രാമായണത്തിലെ ലക്ഷ്മണൻ നമ്മെ പഠിപ്പിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ ഉദാത്തമാക്കട്ടെ, ഉജാലമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹാദരങ്ങളോടെ സ്വന്തം പള്ളിക്കൽ സുനിൽ.